കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്ന മൂല്യച്യൂതിക്കെതിരെ, അപജയത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു കുഞ്ഞികൃഷ്ണൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കാനാവാത്തൊരു സ്ഥലമാണ് പയ്യന്നൂർ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ആനന്ദ് തീർത്ഥൻ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവൊക്കെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയില്ലെന്ന് പറയുന്നത് വളരെ ക്ഷീണമാണ്. പക്ഷേ ഇവിടുത്തെ പയ്യന്നൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയേക്കാൾ പ്രാധാന്യം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കുഞ്ഞികൃഷ്ണനെ സഹായിക്കുക എന്നുള്ളതാണ്. ഞാനൊരിക്കലും കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിനകത്ത് നിന്ന് ഈ പാർട്ടിയിലെ മൂല്യച്യൂതിക്കെതിരെ പടപൊരുതണം. കാര്യം ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പോലും ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറിയിട്ടില്ല. അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് വേണ്ടി അധികാരം വിനിയോഗിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിന്നാണ്. ആബാലവൃദ്ധം ജനങ്ങളും വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള ദൗത്യം കോൺഗ്രസും UDFും ഏറ്റെടുത്തു. ആ ദൗത്യത്തിൽ പങ്കാളിയാകാൻ കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ സഹായിക്കുന്നത്. ഒരു കാരണവശാലും തിരിച്ചടിയാവില്ല. കാരണം നമ്മൾ അവരെയെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളീയ പൊതുജന സമൂഹം ഈ ഗവൺമെൻറ് മാറി ഒരു UDF ഗവൺമെൻറ് വരാൻ ആഗ്രഹിക്കുമ്പോൾ ജനങ്ങളുടെ ആ താല്പര്യത്തിനും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായി ഒരാൾ പോലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ലെന്ന് എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. നമ്മൾ അധികാരത്തിൽ വരും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ UDF ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ചർച്ച വീണ്ടും ഉയർന്നു വരികയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്ന് കെ സുധാകരൻ പറയുന്നു. BJ കുര്യനും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സമയം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യം ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജോലി. ആ ജോലിയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFകാരും കോൺഗ്രസിനെയും UDFനെയും സ്നേഹിക്കുന്നവരും ചെയ്യേണ്ടത്. കാര്യം പിണറായി വിജയനെ താഴെ ഇറക്കി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുക. കോൺഗ്രസിനൊരു സിസ്റ്റമുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. കേരളത്തിലെ ആരുമല്ല. അതുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കാമെന്നല്ലാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ആർക്കും അവകാശമൊന്നും ഹൈക്കമാൻഡ് കൊടുത്തിട്ടില്ല. അത് പാർട്ടി ഒരിക്കലും പ്രതിസന്ധിയിലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് MP മാർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി. അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറില്ലേ? അതുപോലെയുള്ളതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരഭിപ്രായ വ്യത്യാസവും വരില്ല. കോൺഗ്രസ് യുക്തമായ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അല്ല, ആരും എതിർ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങളാരും ഒരു പിണറായി വിജയനാകാൻ ശ്രമിക്കരുത്. കാരണം പിണറായി വിജയനാണ് വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നത്. 45 വർഷത്തെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സുധാകരനെ അദ്ദേഹം ചെറ്റയെന്ന് വിളിച്ചില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദനെ വർഗവഞ്ചകനെന്ന് വിളിച്ചില്ലേ? TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് വിളിച്ചില്ലേ? പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചില്ലേ? അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവമ്പാടിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്നൊരു ബിഷപ്പ് പറഞ്ഞപ്പോൾ ആ ബിഷപ്പിനെ എന്താ പറഞ്ഞത്? നികൃഷ്ടജീവി എന്ന് വിളിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷ മറ്റാരും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിന് സ്വന്തമാക്കി കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം.